കല്ലേക്കാട് വ്യാസവിദ്യാലയത്തിന് നേർക്ക് SFIയുടെ ഒരു ആക്രമണം ഉണ്ടായി. ഭീകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് അവർ ചെയ്തത്. അവർ പ്രകടനമായിട്ട് വന്നതിന് ശേഷം ആ ഗേറ്റിൻ്റെ മുന്നിൽ വന്ന് ഗേറ്റിലിരുന്ന ഓമിൻ്റെ ചിഹ്നം എടുത്ത് വലിച്ചെറിയുകയും അതിൽ ചവിട്ടുകയൊക്കെ ചെയ്തു. അത് മാത്രമല്ല, അത് ചവിട്ടിയിട്ട് ആ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുകയും ചെയ്തു. എന്ത് നീചമായ പ്രവൃത്തിയാണല്ലേ ഇവർ ചെയ്യുന്നത്. നീചമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പര്യായപദം കേരള സാഹിത്യത്തിൽ SFI എന്ന് തന്നെയാണല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം അവരങ്ങ് അഴിഞ്ഞാടുകയാണ്. ഈ കല്ലേക്കാട് വ്യാസവിദ്യാപീഠം ഭാരതീയ വിദ്യാനികേതൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഏജൻസി ഏതെന്ന് ചോദിച്ചാൽ വിദ്യാഭാരതി എന്ന് പറയുന്ന പ്രസ്ഥാനമാണ്. 1977 ലക്നൌവിൽ തുടക്കം കുറിച്ചൊരു പ്രസ്ഥാനമാണ് ഈ വിദ്യാഭാരതി. ഇന്ന് ഏകദേശം 50,000-ൽ പരം സ്ഥാപനങ്ങളിൽ രാജ്യത്തെമ്പാടുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഏകദേശം 50 ലക്ഷത്തോളം 1/2 കോടിയോളം വിദ്യാർത്ഥികൾ ഒരേ സമയം ഈ 50,000-ൽ പരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്, അവിടെ പഠിക്കുന്നുണ്ട്. അതിന് ആനുപാതികമായ ജീവനക്കാരുമുണ്ട്. ഇതൊരു കുടുംബ സങ്കല്പമാണ്. ഭാരതീയ സംസ്കാരം അനുസരിച്ച് കൊണ്ടുള്ള ഭാരതീയ സംസ്കാരം, ഭാരതീയ മൂല്യങ്ങൾ, ഭാരതത്തിൻ്റെ പഞ്ചാംഗ ശിക്ഷണ പദ്ധതി എന്ന് വെച്ചാൽ ശാരീരിക കാര്യങ്ങൾ, യോഗാ വിഷയങ്ങൾ, സംഗീതം, സംസ്കൃതം, നൈതികം തുടങ്ങിയ ഈ ശിക്ഷണ പരിപാടികൾക്ക് പറയുന്ന പേരാണ് പഞ്ചാംഗ ശിക്ഷണം. ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ ഈ മെക്കോള ഉണ്ടാക്കിയൊരു വിദ്യാഭ്യാസ പദ്ധതിയാണ് ഭാരതത്തിന് ഒരു പരിധി വരെ തകർത്തത്. അതിന് ബദലായിട്ട് 1977 ലക്നൌവിൽ രജിസ്റ്റർ ചെയ്ത സംവിധാനമാണ് ഈ വിദ്യാഭാരതി. അതിൻ്റെ കേരള ഘടകമാണ് ഭാരതീയ വിദ്യാനികേതൻ. AV ഭാസ്കർ റാവുജി എന്ന് പറയുന്ന ഒരു ക്രാന്തദർശിയായിട്ടുള്ള രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രചാരകനാണ് കേരളത്തിൽ. എനിക്ക് തോന്നുന്നു 1979 കേരളത്തിലെ ഈ ഭാരതീയ വിദ്യാനികേതൻ സ്ഥാപിതമായത്. കേരളത്തിൽ തന്നെ ഏകദേശം 500ഓളം വിദ്യാലയങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, വലിയ വിദ്യാലയങ്ങൾ. ഈ എളമക്കര, എറണാകുളത്തെ എളമക്കരയിലെ സരസ്വതി, മാവേലിക്കര വിദ്യാധരാജ വിദ്യാപീഠം സെൻട്രൽ ആൻഡ് സൈനിക സ്കൂള്, കോഴിക്കോട് മലാപ്പറമ്പ് വ്യാസ സൈനിക സ്കൂള്, ഇങ്ങനെ ധാരാളം CBSEയുടെ അഫിലിയേഷനുള്ള ധാരാളം മികച്ച വിദ്യാലയങ്ങൾ കേരളത്തിൽ തന്നെയുണ്ട്. 10,000-കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനവും ഭാരതീയ വിദ്യാനികേതൻ്റെ കേരളത്തിലെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയാവുന്നതും താങ്കൾ സൂചിപ്പിച്ച പാലക്കാട് ഈ വിദ്യാലയമാണ്. ആ വിദ്യാലയത്തിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. വളരെ ദുഃഖകരമായൊരു സാഹചര്യമാണ്. ഒരിക്കലും ആരും അത്തരത്തിൽ സ്വയം ജീവൻ കൊടുക്കേണ്ട എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യം ആ കുട്ടിക്കുണ്ടാകാം. ഒരു കൗമാരപ്രായക്കാരിയായ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. അതിൻ്റെ ആത്മഹത്യാ കുറിപ്പിനകത്ത് വിദ്യാലയത്തിനെ വിമർശിച്ചിട്ടില്ല. അതിൻ്റെ മാതാപിതാക്കൾ നാളിതുവരെ ഒരു പരാതി കൊടുത്തിട്ടില്ല. വിദ്യാലയത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ് എന്ന് ഞങ്ങളുടെ മകളുടെ ആത്മഹത്യയുടെ കാരണം വിദ്യാലയമാണെന്നോ, അല്ലെങ്കിൽ അവിടുത്തെ ഹോസ്റ്റൽ സംവിധാനത്തിൻ്റെ പ്രവർത്തനം കൊണ്ടാണെന്നോ, അവിടുത്തെ വാർഡനാണെന്നോ, പ്രിൻസിപ്പളാണെന്നോ, ക്ലാസ് ടീച്ചേഴ്സ് ആണെന്നോ, സീനിയർ കുട്ടികളാണെന്നോ ഒന്നും യാതൊരു പരാമർശവുമില്ല. പക്ഷേ അവിടെ ആ കുട്ടി ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം തന്നെ SFI അങ്ങ് സമരം കൈയടക്കുകയാണ്. തനി തോന്നിവാസം. നമ്മൾ ശ്രദ്ധിക്കണം. കഴിഞ്ഞ അക്കാഡമിക് ഇയർ കഴിഞ്ഞ ജൂണിൽ ആരംഭിച്ചപ്പോൾ വിദ്യാലയങ്ങളിൽ ഭാരതീയ വിദ്യാനികേതൻ്റെ സ്കൂളുകളിൽ പാദപൂജ എന്ന് പറയുന്നുണ്ട്. ഭാരതത്തിൻ്റെ സങ്കല്പം അനുസരിച്ച് മാതാവിനെയും പിതാവിനെയും ഗുരുവിനും ദൈവസ്ഥാനത്ത് കൊടുക്കുന്ന ആൾക്കാരാണ്. മാതാപിതാ ഗുരു ദൈവമെന്നാണ്. അത്തരത്തിലുള്ള ഗുരുക്കന്മാരുടെ പാദമൊന്നും നമസ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഈ കേരളത്തിൽ SFIക്കാർ കൊടുക്കില്ല. അവരഴിഞ്ഞാടിയില്ലേ. ഭാരതീയ വിദ്യാനികേതൻ്റെ മാവേലിക്കര വിദ്യാലയത്തിലേക്ക്, നൂറിനാട് ആറ്റുവ വിവേകാനന്ദ എന്ന് പറഞ്ഞൊരു വിദ്യാലയത്തിലേക്കൊക്കെ തന്നെ SFI ASF അങ്ങ് മാർച്ചാണ്. എന്താ കാര്യം? പാദപൂജ നടത്തി. എന്തൊരു ശുദ്ധ തോന്നിവാസവ. ഇവർക്ക് ഈ ഭാരതത്തിൻ്റെ ഈ ചിന്തകളെ പറ്റിയൊന്നും യാതൊരു ബോധവും ധാരണയുമില്ല. നമ്മൾ എത്രയും ഉദാഹരണങ്ങളുണ്ട് SFIയുടെ അഴിഞ്ഞാട്ടം. ഇവിടെ തന്നെ എറണാകുളത്തെ മഹാരാജാസ് കോളേജിൽ കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങൾ ഇല്ലേ? യോനി കവാടം, ആർപ്പോ ആർത്തവം, അല്ലെങ്കിൽ അയ്യപ്പൻ്റെ ആ ചിത്രത്തിൽ കൂടി ആർത്തവ രക്തമൊഴുക്കുന്നത്, ഈ സംസ്കൃത സർവകലാശാലയുടെ പ്രവേശന കവാടത്തിൽ എഴുതി വെക്കുന്ന തോന്നിവാസങ്ങൾ, ഇതൊക്കെ തന്നെ SFIയുടെ മുഖമുദ്രയാണ്. ഒരു അധ്യാപികയ്ക്ക് കുഴിമാടം തീർത്ത പാരമ്പര്യം അവർക്കുണ്ട്. ശ്രീനിവാസൻ എന്ന് പറഞ്ഞ് ഭാരതത്തിലെ ഏറ്റവും വലിയ IFS ഓഫീസറെ വഴിയിലിട്ട് കവിളത്ത് അടിച്ച പാരമ്പര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഈ യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരത്തെ എല്ലാ രീതിയിലുള്ള തോന്നിവാസങ്ങളുടെ പ്രധാന സെൻ്ററാണ്. ആ കോളേജിലെ SFIയുടെ യൂണിറ്റിനെ കഴിഞ്ഞ ദിവസം പിരിച്ചുവിട്ട്. എന്താ കാര്യം? ശുദ്ധ തോന്നിയവാസവും തെമ്മാടിത്തരങ്ങളും ഇവർ കാട്ടിക്കൂട്ടുന്നു എന്ന് CPM നേതൃത്വത്തിന് മനസ്സിലായതുകൊണ്ടാണ് പിരിച്ചുവിട്ടത്.
അതേപോലെ തന്നെയാണ് കേരളത്തിലങ്ങ് അഴിഞ്ഞാടുകയാണ് SFI. ഇതുപോലത്തെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം SFI ഈ കല്ലേക്കാട് വിദ്യാലയത്തിലേക്ക് മാർച്ച് നടത്തി. ആ ഗേറ്റിൽ സ്ഥാപിച്ചിരുന്ന ഓം എടുത്ത് കളഞ്ഞു, അത് ചവിട്ടി പൊട്ടിച്ച് ദൂരെ കളയാൻ ശ്രമിച്ചു, അതിൻ്റെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയ പ്രചരിച്ചു. വേറൊരു മതത്തിനോടായിരുന്നെങ്കിലോ? ഒരു ക്രൈസ്തവ വിദ്യാലയത്തിൻ്റെ ഗേറ്റിലൊരു കുരിശുണ്ട്, അത് പിഴുതെടുത്ത് ചവിട്ടി നശിപ്പിക്കാൻ ഇവർക്ക് ധൈര്യം ഉണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാവില്ല. ഒരു ഇസ്ലാമിക വിദ്യാലയത്തിലേക്ക് കടത്തി എന്നൊരു ചന്ദ്രക്കലയുടെ ഉണ്ടെങ്കിൽ ഇവരിത് ചെയ്യുമോ? ചെയ്യത്തില്ല. അന്നേരം ഹിന്ദു സ്ഥാപനങ്ങളെ തകർക്കുക, ഭാരതീയ വിദ്യാഭ്യാസ സംസ്കാരം കൊടുക്കുന്ന വിദ്യാനികേതൻ്റെ സ്കൂളുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അതിനെ നശിപ്പിക്കുക, ഇല്ലാത്ത അലിഗേഷനുകൾ ഉണ്ടാക്കുക, ഇതൊക്കെ ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് SFIയുടെ. ആ തോന്നിവാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ അഴിഞ്ഞാടിയത്. ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ നോക്കൂ, ഒരു ഉദാഹരണം കൂടെ ഉണ്ടല്ലോ. ഇവിടുത്തെ ഒരു മെട്രോ നമ്മുടെ വന്ദേ ഭാരത് ട്രെയിനിൻ്റെ ഉദ്ഘാടനം, ഏതോ ഒരു ട്രെയിൻ ഉദ്ഘാടനം ചെയ്തപ്പോൾ അതിനകത്ത് ഗണഗീതം ആലപിച്ചു ഈ എറണാകുളം സരസ്വതിയിലെ കുട്ടികളാണ്. അതെന്തോ വലിയൊരു ഭീകര സംഭവമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് എന്തുമാത്രം തോന്നിവാസമാണ് ഇവിടുത്തെ കേരളത്തിലെ ചില പ്രധാനപ്പെട്ട ചാനലുകളുടെ സഹായത്തോടു കൂടി അഴിഞ്ഞാടിയില്ലേ? ഇതൊക്കെ നമുക്ക് നിസ്സാരമായിട്ട് എടുക്കാൻ സാധിക്കത്തില്ല. അവർക്കറിയാം ഭാരതീയ വിദ്യാഭ്യാസ സമ്പ്രദായം കൊടുക്കുന്ന കുട്ടികൾ നല്ല പൗരന്മാരായി വളരും, ഞങ്ങളുടെയൊക്കെ അടിമകളായി ഇവരെ കിട്ടില്ല, അതുകൊണ്ട് ഇതിനെ തകർക്കണം, വിദ്യാനികേതൻ്റെ വിദ്യാലയങ്ങളെ തകർക്കണം, 500-ൽ പരം വരുന്ന കേരളത്തിലെ വിദ്യാലയങ്ങളെ തകർക്കുക എന്നുള്ള ലക്ഷ്യം വിദ്യാഭ്യാസ വകുപ്പിനുമുണ്ട്, SFIക്കുമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തോന്നിവാസങ്ങളൊക്കെ അഴിച്ചുവിടുന്നത്. അതുകൊണ്ടൊന്നും തകരത്തില്ല. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഭാരതത്തിലെ തന്ത്രപ്രധാനമായ പല പോസ്റ്റുകളിലും ഇരിക്കുന്ന ഭാരതീയ വിദ്യാനികേതൻ്റെ സ്കൂളുകളിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളാണ്. അവർ ആ മൂല്യമുണ്ട്, ആ മൂല്യം അവർ കാത്തു സൂക്ഷിക്കും. അവരവരുടെ പ്രവൃത്തിയിലും ചിന്തകളിലുമൊക്കെ ആ മൂല്യങ്ങൾ പ്രാവർത്തികമാക്കും. അതിവർക്കറിയാം. ഈ പൊട്ടക്കിണറ്റിലെ ഈ കൊച്ചു കേരളത്തിലെ കുറേ പിള്ളേർ അഴിഞ്ഞാടി എന്നുള്ള കാരണത്താൽ ഇതൊന്നും തകർന്നു പോകത്തില്ല. അതാണ് യാഥാർത്ഥ്യം. ഈ പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്ന SFIയുടെ വിദ്യാർത്ഥികളാണ്. അവർക്ക് മനസ്സിലാകുന്നില്ല അവരെന്താണ് ചെയ്യുന്നതെന്നുള്ളത്. അതിൽ ഹിന്ദു കുട്ടികളുമുണ്ട്, ഹിന്ദു കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളുമുണ്ട്. അവരാണ് ഈ പറയുന്ന ഓമിനെ ചവിട്ടുകയൊക്കെ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇവർ തിരിച്ചറിയാതെ പോകുന്നത്? ഇവരിങ്ങനെ ഒരു ആക്രമണകാരികളായി മാറുന്നതിനെയും ഈ പറയുന്ന മോശപ്പെട്ട പ്രവൃത്തി ചെയ്യുന്നവരായിട്ട് മാറുന്നതിനെയൊക്കെ എന്തുകൊണ്ടാണ് ഇവർ തിരിച്ചറിയാതെ പോകുന്നതെന്നാണ്. അതൊരു വലിയ കഷ്ടമല്ലേ? അതിനകത്തൊരു തമാശ എന്ന് പറഞ്ഞാലേ, ഞാൻ ഭാരതീയ വിദ്യാനികേതൻ്റെ സിലബസ് പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയത്തിൻ്റെ മാനേജിങ് കമ്മിറ്റിയിലെ ഒരു അംഗമാണ്, പ്രധാനപ്പെട്ട ഒരു പൊസിഷനിലിരിക്കുന്ന ആളാണ്. ആ വിദ്യാലയത്തിലേക്ക് കുട്ടികളെ വിടുമ്പോൾ അഡ്മിഷൻ എടുത്തു കൊടുക്കാൻ നമ്മുടെ സൗഹൃദത്തിലുള്ള CPMൻ്റെ നേതാക്കന്മാർ, ഏരിയ കമ്മിറ്റി അംഗങ്ങളുടെ മക്കൾ, കൊച്ചുമക്കൾ, കോൺഗ്രസിൻ്റെ വലിയ നേതാക്കന്മാരുടെ അവരൊക്കെ എന്നെ വിളിക്കാറുണ്ട്, റെക്കമെൻഡേഷൻ അഡ്മിഷൻ മേടിച്ചു കൊടുക്കണം. അവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പോൾ ഒരു മാവേലിക്കരയിലെ വിദ്യാലയം എടുത്തു നോക്കുക, അല്ലെങ്കിൽ എറണാകുളത്തെ ഈ വിദ്യാലയം എടുത്തു നോക്കുക. 10,000 കുട്ടികൾ പഠിക്കുന്നതാണ്. ആ 3000 കുട്ടികളിലെ ഒരു 75% കുട്ടികളുടെ മാതാപിതാക്കൾ എന്ന് പറയുന്നത് സംഘപശ്ചാത്തലത്തിലുള്ള മാതാപിതാക്കളെ അല്ല. അതാണ് യാഥാർത്ഥ്യം. അത് കമ്മ്യൂണിസ്റ്റ് കുടുംബം, കോൺഗ്രസ് കുടുംബം എന്ന് നമുക്ക് അങ്ങനെ ക്ലാസിഫൈ ചെയ്താൽ ആ കുടുംബത്തിലെ കുട്ടികളാണ് മഹാഭൂരിപക്ഷം. എന്താണെന്ന് അവർക്കറിയാം ഞങ്ങളുടെ കുട്ടികളെ ഈ SFIയുടെ ഈ ഇവന്മാരുടെ അടുത്തോട്ട് വിടാൻ പോയാൽ അവരുടെ ഭാവി തകരും. ഭാരതീയ മൂല്യങ്ങൾ പഠിക്കണമെന്ന് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വിദ്യാലയങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഈ 500 വിദ്യാലയം എങ്ങനെ കേരളത്തിൽ പ്രവർത്തിക്കുമെന്ന്. കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് വർഷങ്ങളായി മാറി മാറി ഭരിക്കുന്ന CPM ലീഗും കോൺഗ്രസുമാണ്. അവർ സമ്മതിച്ചു തന്നതുകൊണ്ടല്ലേ, അവരിത് അംഗീകരിക്കുന്നുണ്ട്. മാവേലിക്കര വിദ്യാലയത്തിൽ അവർ മാർച്ച് നടത്തിയപ്പോൾ അവിടുത്തെ അമ്മമാർ അതിനെ പ്രതിരോധിക്കാൻ നിന്നു. ആ നിന്ന അമ്മമാരിലെ മഹാഭൂരിപക്ഷം കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമുള്ള ഭർത്താക്കന്മാരുടെ ഭാര്യമാരോ കുടുംബങ്ങളിലെ അംഗങ്ങളുമാണ്. അതുകൊണ്ട് ഈ തോന്നിവാസമൊന്നും കേരള സാഹചര്യത്തിൽ നടക്കത്തില്ല. ഇവരെന്തിനെ എതിർക്കുന്നോ അത് കൂടുതൽ ശോഭയോടുകൂടി പച്ച പിടിക്കും. ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ അഴിച്ചു വിടുക തന്നെ വേണം. എന്നാൽ മാത്രമേ യാഥാർത്ഥ്യ ബോധമുള്ള ആൾക്കാർ ഇവരുടെ തോന്നിവാസങ്ങൾക്കെതിരായിട്ട് പ്രതികരിക്കുകയും ഈ സംഭവങ്ങളൊക്കെ കൂടുതൽ പച്ച പിടിക്കുകയും ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഭാരതീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഈ വിദ്യാനികേതൻ്റെ വിദ്യാലയങ്ങളെ ടാർഗറ്റ് ചെയ്യാനുള്ള ആസൂത്രിത ശ്രമമുണ്ട്. അതിനൊന്നും ആരും അംഗീകരിക്കത്തില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഇന്ത്യ ലൈവിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് ഇനിയും ആവശ്യമാണ്. അത് സബ്സ്ക്രിപ്ഷനായിട്ടാണ് ലഭിക്കേണ്ടത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ, അതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ അമർത്തുക. അപ്പോൾ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നതാണ്. ഒപ്പം ലൈക്ക് ചെയ്യുക, വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക.